രാത്രി 9 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഉറങ്ങണം. പിന്നെ ഉറങ്ങാതെ 12 മണിക്ക് 1 മണിക്കൊക്കെ ഈ രാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്ന് വാട്സപ്പുമ്മ കളിച്ചുന്ന ആളുകളുണ്ട്. ഓല് ഞമ്മക്ക് വലിയ സഹായമാണ്. കാരണം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വയ്യ വെച്ച ആളുകളാവും. പ്രവർത്തകന്മാരൊക്കെ ഇവിടുന്ന് ഇപ്പോൾ എത്ര കോള എനിക്ക് വന്നീനെ അറിയങ്ങൾ. കാരണം എൻ്റെ നമ്പറിലോലൊക്കെ വിളിച്ചു കാണും, തങ്ങളെവിടെത്തി. ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വിളിച്ചു ഞങ്ങളെവിടെത്തി, ആരും ചോദിക്കൂല. അങ്ങനെ നമ്മൾ എത്തിയോ എത്തിയില്ലെന്നില്ല ആർക്കും അങ്ങനത്തെ ശ്രദ്ധയില്ല. ഞാൻ അടുത്ത പരിപാടിക്ക് വിളിച്ചുമ്പോഴേ തങ്ങൾ അങ്ങനെ എവിടെയാണ് ആവോലെ എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകളില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വാട്സപ്പിന്റെ കുറച്ച് കൗമ് രാത്രി 12 മണി 1 മണിക്കൊക്കെ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ വലിയ സഹായമാണ്. ചെറിയ നിലക്ക് അവര് സുർബിക്കണമെങ്കിൽ നല്ല റാഹത്താണ്. ഒരു ഗല്ലി റൂട്ടിൽ നിന്ന് ഹൈവേ കൂലെത്തിച്ച് തരും ചെയ്യും. അങ്ങനെ വലിയ നന്മകളൊക്കെ ഓല് ചെയ്യാറുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാം. കൽബ് വൃത്തിയുള്ള ആളുകളായി മാറുക. ഒരാളോടും വെറുപ്പില്ലാതെ എല്ലാവരോടും ചിരിക്കാനുള്ള നല്ല ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിത്തീരുക. ദാരിദ്ര്യമുണ്ടാകുന്ന ധാരാളം കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കസറത്തുന്നോം, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾ. അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും. സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾ, കുറെ ആളുകൾ ഉസ്താദെ എനിക്ക് പൊര ശരിയാണില്ല, ഞാൻ ഗൾഫിൽ പോയത് ശരിയാണില്ല, അവിടെ ശരിയാണില്ല, ഇവിടെ ശരിയാണില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ പറയുന്ന ആളുകളുണ്ട്. അത്തരക്കാരാകുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ സുബഹി കറക്റ്റായിട്ട് നിസ്കരിക്കലുണ്ടോ? ഫസ്റ്റത്തെ ചികിത്സ അതാണ്, സുബഹി കറക്റ്റായിട്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിച്ച് നല്ല റാഹത്തോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മളെ ഏർപ്പാടിൽ നമ്മൾ വഴിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ അതിൽ ബർക്കത്തിന് കിട്ടുന്ന കാര്യത്തിൽ ബർക്കത്ത് വേണമല്ലോ. ആ ബർക്കത്ത് ഉണ്ടാകുമ്പോഴേ കാര്യങ്ങൾ നടക്കുള്ളൂ. ബർക്കത്തില്ലെങ്കിൽ ഒന്നും നടക്കൂല. ബർക്കത്ത് എന്ന് പറയുന്ന സാധനം ഒരു പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സ്ഥലമല്ല, ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല അത്. ആ ബർക്കത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സുബഹിന്റെ ശേഷം നമ്മൾ ഉറങ്ങാതിരിക്കണം. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിച്ചു, കോഴിയിലും കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി, ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി. എന്താ അതിന്റെ കാരണം? കോഴിയിലും കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യാൻ കാരണം സുബഹിന്റെ മുമ്പ് എണീക്കുന്ന ജീവികളാണ് കോഴികൾ. ആടുകളും അങ്ങനെ തന്നെയാണ്. സുബഹിന്റെ മുമ്പ് അവർ എണീക്കുന്ന ആളുകളാണ്. പിന്നെ അവരെപ്പോഴാണ് എണീക്കലെന്ന് പറയണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒന്ന് നീച്ചോക്കണം, അപ്പോഴേ സംഗതി പിടുത്തം കിട്ടുള്ളൂ. മറ്റേ നമ്മൾ ഓരോ വർക്കാണെങ്കിൽ അങ്ങനെ തന്നെ പറയുള്ളൂ. ഇന്നിപ്പോ ഒരാള് അങ്ങനെ പറഞ്ഞു, രാവിലെ ഞാൻ വിളിച്ചു ഉസ്താദാണ്, സുബൈന്റെ ശേഷം തന്നെ വിളിച്ചു, 8 മണിക്കല്ലേ വിളിച്ചത്. അപ്പൊ ഓന്റെ സുബൈ അപ്പൊ തന്നെയാണ്, ഓനെ പരാതിപ്പെടുത്താനൊന്നുമില്ല. ഓന്റെ രാവിലെ എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ തന്നെയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ കറക്റ്റ് ആവണം. അപ്പോഴാണ് അള്ളാഹു തരുക. അപ്പൊ സുബൈ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാ എന്നതിന് അർത്ഥം വെച്ച് പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും സുബഹി കറക്റ്റായിട്ട് നിസ്കരിക്കണം. കുറെ ആളുകൾ അങ്ങനെയാണ്, ഉറങ്ങിയേ മതിയാവും കുറെ ആളുകൾക്ക്, അല്ലേ? അതിൽ കുറെ മൂല്യന്മാരുണ്ടാവും, കുറെ തങ്ങന്മാരുണ്ടാവും, കുറെ നാടന്മാരുടെ ഒക്കെ ഉണ്ടാവും. അങ്ങനെ സുബഹിന്റെ ശേഷം ഉറങ്ങുന്ന ആളുകൾക്ക് ഒരു ബറക്കത്ത് ഉണ്ടാവൂല. കുറുക്കന്മാർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കാതിരിക്കാനുള്ള കാരണം സുബഹി വരെ അവർ ഓടിപ്പാഞ്ഞടക്കും, അല്ലേ? സുബഹിന്റെ വാങ്ക് ഇങ്ങനെ കൊടുക്കുമ്പം അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് പറയുമ്പോൾ കുറുക്കന്മാർ പറയാ അന്നൗമു ഖൈറും മിനസ്സലാത്ത്, അല്ലേ? നിസ്കാരത്തിനേക്കാൾ ഉത്തമം ആരാണ്? അത് ഉറക്കാണ് എന്ന് പറയുന്ന കൗമായാൽ ഒരു പ്രസവത്തില് കുറുക്കന്മാർക്ക് 7ഉം 8ഉം ഒക്കെ മക്കൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഒരു റിവായത്ത് പ്രകാരം. ആ റിവായത്ത് പ്രകാരം അവർ തന്നെ അതിനെ കൊല്ലുന്നുണ്ട്, തിന്നുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും കുറുക്കന്മാരാരും അറുത്ത് തിന്നാത്തത് കൊണ്ട് ആടുകൾ നമ്മൾ അറുത്ത് തിന്നുന്നുണ്ട്, കോഴികൾ അറുത്ത് തിന്നുന്നുണ്ട്. പക്ഷെ കുറുക്കൻ ആരും അറുത്ത് തിന്നാറില്ല. എന്നിട്ടും ഒരു പ്രസവത്തിൽ 6ഉം 7ഉം ഉണ്ടായിട്ടും എന്താ നമ്മൾ റോട്ടുമ്മക്കൂടി ഒന്നും കുറുക്കന്മാരെ കാണാത്തത്? അത് ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ പന്നികളിലും അങ്ങനെ തന്നെയാണ്. അപ്പോ ചില ആളുകൾക്ക് സംശയം, അങ്ങനെയാണെങ്കിൽ ചില പന്നികളൊക്കെ പകലൊക്കെ എണീറ്റ് കിടക്കാറുണ്ട്. അത് ചില ആളുകളൊക്കെ ഉണ്ടാവും, മനുഷ്യന്മാരുണ്ട് അങ്ങനത്തെയൊക്കെ. രാത്രി 9 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ മനുഷ്യന്മാർ ഉറങ്ങണം. പിന്നെ ഉറങ്ങാതെ 12 മണിക്ക് 1 മണിക്കൊക്കെ ഈ രാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരുന്ന് വാട്സപ്പുമ്മ കളിച്ചുന്ന ആളുകളുണ്ട്. ഓല് ഞമ്മക്ക് വലിയ സഹായമാണ്. കാരണം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വയ്യ വെച്ച ആളുകളാവും. പ്രവർത്തകന്മാരൊക്കെ ഇവിടുന്ന് ഇപ്പൊ എത്ര കോള എനിക്ക്
വന്നീനി അറിയങ്ങള്. കാരണം എൻ്റെ നമ്പറിലൊക്കെ വിളിച്ചു കാണും, തങ്ങളെ എവിടെ എത്തി. ഇനി ഞാൻ തിരിച്ചു പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വിളിച്ചു നിങ്ങൾ എവിടെ എത്തി, ആരും ചോദിക്കൂല. അങ്ങനെ നമ്മൾ എത്തിയോ എത്തിയില്ലെന്നില്ല ആർക്കും അങ്ങനത്തെ ശ്രദ്ധയില്ല. ഞാൻ അടുത്ത പരിപാടിക്ക് വിളിച്ചുമ്പോഴേ തങ്ങള് അങ്ങനെ എവിടെ ഇനി ആവോലെ എന്നൊക്കെ പറയാം. അപ്പൊ അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകളില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വാട്സപ്പിന്റെ കുറച്ച് കോമ് രാത്രി 12 മണി 1 മണിക്കൊക്കെ റോഡ് സൈഡിലുള്ള ആളുകളൊക്കെ വലിയ സഹായമാണ്. ചെറിയ നിലക്ക് അവര് സുർബിക്കണമെങ്കിൽ നല്ല റാഹത്താണ്. ഒരു ഗല്ലി റൂട്ടിൽ നിന്ന് ഹൈവേ കൂലെത്തിച്ച് തരും ചെയ്യും. അങ്ങനെ വലിയ നന്മകളൊക്കെ ഓല് ചെയ്യാറുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കാം, കൽബ് വൃത്തിയുള്ള ആളുകളായി മാറുക, ഒരാളോടും വെറുപ്പില്ലാതെ എല്ലാവരോടും ചിരിക്കാനുള്ള നല്ല ഒരു മനസ്സ് നമ്മൾ ഉണ്ടായിത്തീരുക. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ അയൽവാസികൾക്ക് ചെയ്യുക, നാട്ടുകാർക്ക് ചെയ്യുക, സമൂഹത്തിന് ചെയ്യുക, ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ തന്നെയാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളായി മാറുക. അള്ളാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഈ വീട്ടിൽ അൽഹംദുലില്ലാഹ് എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാഹ് വലിയ ഒരു സൗഭാഗ്യമാണ്. ഞാൻ ഒരുപാട് തവണയായി ഇവിടെ വരൽ തുടങ്ങിയിട്ട്, പക്ഷേ ഓരോ സംഗതികളെ കൊണ്ട് ഇങ്ങനെ മുടങ്ങിപ്പോകും. ചൊവ്വാൽ 4-ന് എത്തണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ അന്ന് നമ്മളെ മർക്കസിൽ നിന്നുള്ള ഈജിപ്ത് യാത്ര മിസ്റിലേക്കും ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ അടുക്കിലേക്കും ബഹുമാനപ്പെട്ട ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു കൈറോയിൽ നിന്ന് 1000 കിലോമീറ്റർ ഓടിയാലാണ് അവിടത്തേക്ക് ഷാദുലി ഇമാമിന്റെ അടുത്തേക്ക് എത്തുക. തിരിച്ച് ഇങ്ങോട്ട് ഓടണം. ആ ഒരു യാത്രയിൽ പെട്ടതുകൊണ്ട് അന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ എന്തായാലും ഇന്ന് എത്തണമെന്ന നിലയിൽ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ഓടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഡ്രൈവർക്കും അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ, വലിയ ഹിഫ്ള് അല്ലാഹു നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട സഖാഫി ഇവിടെ ഇതിനു വേണ്ടി നേതൃത്വം നൽകുന്നു. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.